സുരേഷാണ് ഞങ്ങളുടെ ഈ പച്ചക്കറി കൂട്ടായ്മയുടെ തുടക്കക്കാരൻ. ഒരു ദിവസം സുരേഷും ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്തും വീട്ടിൽ വന്നിട്ട് നമ്മൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചിട്ട് നമ്മൾ 3 പേരിൽ മാത്രമല്ല, നമ്മൾ കിട്ടാവുന്ന ആളുകളെല്ലാം കൂടെ സംഘടിപ്പിച്ചിട്ട് നമ്മുടെ വീടുകളിൽ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് ഒരു ഡിസിഷൻ എടുത്തു. പക്ഷേ നമ്മൾ അതൊരു സംഘമായി രജിസ്റ്റർ ചെയ്തിട്ട് തുടങ്ങണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. അങ്ങനെ സംഘം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം 12-13 പേരെ ഉണ്ടായിരുന്നു. അവരുടെ വീടുകളിൽ ഈ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ആദ്യം നമുക്ക് വിത്ത് അതുപോലുള്ള സാധനങ്ങളെല്ലാം എത്തിക്കുന്നത് സുരേഷാണ്. നമ്മുടെ വീടുകളിലെല്ലാം ചെയ്തു. അപ്പം നമ്മൾ മാത്രമാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. വീടുകളിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുന്നതിന് എനിക്ക് മാത്രം പറ്റിയില്ലെങ്കിൽ ഇവരിൽ ചിലരും കൂടെ എന്നെ ഒന്ന് സഹായിക്കും. അങ്ങനെ എല്ലാ വീടുകളിലും നമ്മൾ എല്ലാ ആഴ്ചയിലും സന്ദർശിക്കും. ചിലതെല്ലാം നമുക്ക് നിരാശ ഉണ്ടാക്കി ആദ്യ ഘട്ടത്തിൽ. പിന്നെ അത് നന്നായി ഈ ഗ്രോ ബാഗിലും ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗുകളിൽ വെച്ചിരുന്നു. തറയിൽ സ്ഥലമുള്ളവർ അവിടെ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് നമുക്ക് തന്നെ ഈ വീട്ടുകാർക്കും നമ്മുടെ ഈ 16-17 വീട്ടുകാർക്കും നമ്മുടെ അയൽവാസികൾക്കും ഇതൊരു ഹരമായി മാറി. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും വീടുകളിൽ കൂടി ഇരുന്ന് നമ്മളുടെ വീട്ടിലെ കൃഷിയെക്കുറിച്ചുള്ള ചർച്ചയും മറ്റു കാര്യങ്ങളും. ഇതിനിടയിൽ തന്നെ നമ്മൾ വെറുതെ അല്ല, നമ്മളൊരു ചെറിയ ഇതിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വന്നാൽ ആഴ്ചയ്ക്കൊരിക്കൽ ഒരാൾ 50 രൂപ വെച്ച് സേവ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തു. അങ്ങനെ നമ്മുടെ ബാങ്ക് ഒരു അക്കൗണ്ട് തുടങ്ങുന്നു. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ 50 രൂപ വെച്ചുള്ള കളക്ഷൻ പോകുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടുതൽ വാങ്ങുന്നത്, ഇപ്പോൾ ഗ്രോ ബാഗ് കൂടുതൽ വാങ്ങണം, അതിന് ഒരാളുടെ കയ്യിൽ പൈസ കുറവായിരിക്കും. അങ്ങനെ അതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ ഈ വളം ചെയ്യുന്നതിന് കോഴിക്കാരം, ചാണകം അതുപോലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കളക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ തന്നെ അതിനൊരു സംരംഭം ഉണ്ടാക്കി. കുറേ ചാണകം ഇറക്കി, കുറേ കയർപ്പിത്ത് ഇറക്കി, കുറേ കോഴിക്കാരം. പിന്നെ അതിങ്ങനെ സുരേഷിൻ്റെ നിയന്ത്രണത്തിൽ നമ്മളതൊരു നല്ല വളമാക്കി മാറ്റിയിട്ട് ആ വളം ഉപയോഗിച്ചിട്ട് നമ്മൾ തന്നെ അത് വില കൊടുത്താണ് വാങ്ങുന്നത്. അല്ല, നമുക്ക് ഇഷ്ടത്തിന് എടുത്തുകൊണ്ട് പോവുകയല്ല. ഓരോ വീട്ടിനും ഉള്ളത് കിലോ 5 രൂപ, ചില വളത്തിന് കിലോ 10 രൂപ, ആ രീതിയിൽ നമ്മളിത് വാങ്ങിയിട്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ വീടുകളിൽ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഐഡിയ പൊതുവായിട്ട് ഉണ്ടായി. അപ്പോൾ ഇത് ഈ കൂട്ടായ്മയിലേക്ക് ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ കൂടെ വരുന്നത്. അപ്പോൾ പുള്ളിക്കാരന് നെയ്യാറ്റിൻകര ഒരു കൃഷി ഫാമുണ്ട്. ഇവിടെ വന്ന് നമ്മുടെ ഈ സ്ഥലവും നമുക്ക് കൃഷി ചെയ്യാമോ എന്ന് ആലോചിക്കുന്നു. അങ്ങനെ ആലോചിച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത്, ഇവിടെ തുടങ്ങുന്നത്. ഇതാദ്യം ഒക്കെ നമുക്ക് ഒരു എടുത്തുചാട്ടം പോലെ തോന്നിയെങ്കിലും പിന്നീടത് ഇതിൻ്റെ ആദായം, നമ്മൾ വിളവെടുപ്പ് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വലിയ ഉത്സാഹമായി. കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പൈസ തിരിച്ച് കിട്ടും എന്ന്, കിട്ടില്ല എന്ന് പേടിച്ചവരും ഉണ്ട്, കിട്ടുമെന്ന് ഉറപ്പിച്ചവരുമുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഇത് കിട്ടും, അല്ലെങ്കിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ നല്ല ധൈര്യത്തിൽ തന്നെ. പക്ഷേ നല്ല തുടക്കമായിരുന്നു എന്നുള്ളത് പിന്നീട് മനസ്സിലായി. ഇതിനകത്തുള്ള ഒരു പ്രത്യേകത, ഇത്രയും സാധനം ഈ നാട്ടിലെ ആളുകൾ തന്നെ കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ച മുഴുവൻ സാധനവും ഈ ചുറ്റുപാടും ഈ ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള നല്ല ബോധം ഈ ആളുകളിൽ ജനിപ്പിക്കാനായി എന്നുള്ളതാണ് ഒരു വിജയം, ഒന്നാമത്തെ വിജയം. പിന്നെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത എല്ലാ പേർക്കും ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ നിൽക്കുന്നത് ആരോഗ്യത്തിന് വരെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഈ പയറിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇത് പറിച്ച് ഇത് ഒരെണ്ണം പച്ചയ്ക്ക് കഴിച്ച് ഇട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ എനർജിയുണ്ട്. ആ എനർജി വില കൊടുത്താൽ കിട്ടാത്തതാണെന്നുള്ളതും നമുക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല, ഈ ഒരു മെസ്സേജ്, ഈ വിഷമില്ലാത്ത പച്ചക്കറി ഞാൻ കഴിക്കുന്നു എന്നുള്ള ആ അവബോധം തന്നെ പല രോഗചികിത്സയ്ക്കും ഉപയോഗപ്പെട്ടിട്ടുള്ളത്. ഉള്ളിൽ എനിക്ക് ഇനി കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല ചീരയാണ് കഴിക്കുന്നത്, നല്ല പയറാണ് കഴിക്കുന്നത്, ഞാൻ നല്ല വെണ്ടയ്ക്കയാണ് കഴിക്കുന്നത്, എൻ്റെ ക്യാൻസർ വരെ മാറും എന്നുള്ള ഒരു തോന്നൽ, മാറാത്ത രോഗങ്ങൾ മാറും എന്നുള്ളൊരു തോന്നലും
ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പലരുമായി സഹകരിച്ചതിൻ്റെ പേരിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ വിഷമുള്ള ഒരു കീടനാശിനി ഉപയോഗിക്കുകയോ രാസവളങ്ങൾ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാതെ 100% ഇത് മാത്രം ജൈവ വളങ്ങളും ജൈവ കീടനാശിനിയും ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ചെയ്തത് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ തുടക്കമെന്ന നിലയിൽ ഞങ്ങൾക്ക് കുറേ വിളനാശം വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളരി ഒരുപാട് ചീത്തയായി, മത്തൻ ഒരുപാട് ചീത്തയായി, പയർ ആദ്യം ഒരുപാട് കേടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആവർത്തിച്ചുള്ള ഈ ജൈവ കീടനാശിനി പ്രയോഗം കൊണ്ട് നന്നായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ വെണ്ട തന്നെ പല ഇനം വെണ്ട ഇട്ടിട്ടുണ്ട്. 24 ഇനം ഇലക്കറികൾ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇലക്കറികൾ മാത്രം 24 ഇനം. അപ്പോൾ വിത്തുകൾ സെലക്ട് ചെയ്യുന്നിടം മുതൽ അത് പാകി തയ്യാക്കി നടുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ മാസ്റ്റർ എന്ന് പറയുന്ന സുരേഷിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു അധ്യാപകനായിരുന്നു. എനിക്ക് ഈ കൃഷിയുമായിട്ട് വളരെ കുറച്ച് അറിവേ ഉള്ളൂ, പക്ഷേ ഏറെ താല്പര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ട അറിവ് പകരുന്നതിന് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ പേർക്കും ആ നിലയിലുള്ള ഒരു അറിവ് പകർന്നു തന്ന് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു ജോലി കൂടെ ഈ കൃഷി ചെയ്യുന്നതോടൊപ്പം സുരേഷിനുണ്ട്. കൂടുതൽ ഈ കൃഷി സ്ഥലങ്ങൾ കണ്ടെത്തുകയും ആ കൃഷി സ്ഥലങ്ങളിലേക്ക് ഇത് കുറച്ചുകൂടെ വ്യാപിപ്പിച്ച് കൂടുതൽ ഉൽപ്പാദനം നടത്തണമെന്ന് നമ്മൾ 1-2 സ്ഥലങ്ങൾ നോക്കി. ഇതേപോലെ തന്നെ 1-2 ഏക്കർ സ്ഥലത്ത് കൂടെ ചെയ്യണമെന്ന് നമ്മൾ താല്പര്യപ്പെടുകയാണ്. ഒപ്പം ഈ കൊല്ലയിൽ പഞ്ചായത്ത് ഒരു ജൈവ ഗ്രാമമാക്കി മാറ്റുന്നതിന് ഞങ്ങൾ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ചില പ്രോജക്റ്റുകളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്.